വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 2ാം ക്ലാസ്സിലെ ബൈസൈക്കിൾ എന്ന പാഠത്തിലെ ലെറ്റ് സ്പീക്ക് മുതലുള്ള ഭാഗങ്ങളാണ്. പഠന സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്രകാരം 2ആയി തിരിച്ചിട്ടുള്ളത്. നമുക്ക് പാഠത്തിലേക്ക് പോകാം. ലെറ്റ് us speak. Read the words below each picture. Read the words below each picture. ഓരോ പടത്തിനും താഴെ കൊടുത്തിരിക്കുന്ന വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? വായിക്കണം. ഇപ്പം നോക്കിക്കേ, ഒന്നാമത്തെ പടം. ഒന്നാമത്തതിൽ കാണിച്ചിരിക്കുന്നത് ഉറുമ്പിൻ്റെ പടമുണ്ട്, മഴുവിൻ്റെ പടമുണ്ട്, ആപ്പിളിൻ്റെ പടമുണ്ട്. ഇല്ല, ഓരോന്ന് വിധമാണ്. ആൻ ആൻഡ്, ഒരു ഉറുമ്പ്. ആൻ ആക്സ്, ഒരു മഴു അല്ലെങ്കിൽ കോടാലി എന്ന് പറയും. ആൻ ആപ്പിൾ, ഒരു ആപ്പിൾ. അപ്പോൾ ഈ ഒരു എന്ന് പറയുന്നതിനാണ് നമ്മൾ ആൻ എന്നിവിടെ ചേർത്തിരിക്കുന്നത്. ഒരു ഉറുമ്പ്, ഒരു മഴു, ഒരു ആപ്പിൾ എന്നിവ പറയാനാണ് നാം ഇവിടെ ഒരു എന്നുള്ള വാക്ക്, ഒന്ന് എന്നുള്ള കാര്യം പറയാനാണ് ആൻ എന്ന് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് താഴെ നോക്കിയേ, താഴെയാണെങ്കിൽ എന്തിൻ്റെയൊക്കെ പടമുണ്ട്? ഒരു എലിയുണ്ട്, ഒരു പൂച്ചയുണ്ട്, ഒരു താഴെ വിരിക്കുന്ന ഒരു മാറ്റുണ്ട്, ഒരു പായ. പിന്നെയോ അതിന് താഴെയാണെങ്കിൽ ഒരു പാനുണ്ട്, ഒരു മാനുണ്ട്, ഒരു ക്യാപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഇതിന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എ റാറ്റ് മീൻസ് ഒരു എലി. എൻ്റെ അടുത്തതോ എ ക്യാറ്റ്, ഒരു പൂച്ച. എ മാറ്റ്, ഒരു പായ. എ പാൻ, ഒരു പാത്രം. പാൻ എന്ന് പറയുന്നത് ചൂടാക്കാനൊക്കെ, കറിയൊക്കെ ചൂടാക്കാനോ എന്തെങ്കിലുമൊക്കെ ചൂടാക്കാനോ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ്. എ മാൻ, ഒരു മനുഷ്യൻ. എ ക്യാപ്പ്, ഒരു തൊപ്പി. ഇവിടെ ഇപ്പോൾ ഈ 6 കാര്യം പറഞ്ഞതിൽ ഒരു എന്ന് പറയാൻ എ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന് എന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ എ എന്നാണ് പറയുന്നത്. ഒരു റാറ്റ്, അപ്പം എ റാറ്റ്. ഒരു പൂച്ച, എ ക്യാറ്റ്. ഒരു മാറ്റ്, എ മാറ്റ്. ഒരു പാൻ, എ പാൻ. ഒരു മനുഷ്യൻ, എ മാൻ. ഒരു ക്യാപ്പ്, എ ക്യാപ്പ്. ക്യാപ്പ് മീൻസ് തൊപ്പി. എന്തുകൊണ്ടാണ് പിന്നെ ആദ്യത്തെ ഉറുമ്പിന് ആൻഡെന്ന് പറഞ്ഞത്, ആൻ ആൻഡെന്ന് പറഞ്ഞത്? രണ്ടാമത്തെ ആൻ ആക്സ് എന്ന് പറഞ്ഞത്, ആൻ ആപ്പിൾ എന്ന് പറഞ്ഞത്? അതിൻ്റെ കാര്യം ഇതാണ്. ഇംഗ്ലീഷ് ഭാഷയിലെ അക്ഷരങ്ങൾ എ ഇ ഐ ഒ യു എന്നിവ സ്വരാക്ഷരങ്ങളാണ്. വവ്വൽസ് എന്നാണ് പറയുക. ഏതൊക്കെയാണ് വവ്വൽസ്? എ ഇ ഐ ഒ യു. ബാക്കിയുള്ളവയെല്ലാം കൺസോണൻസാണ്, അല്ലേ വ്യഞ്ജനാക്ഷരങ്ങളാണ്. അപ്പോൾ വവ്വൽസ് കൊണ്ട് തുടങ്ങുന്നത് എ ഇ ഐ ഒ യു എന്നീ വാക്കുകൾ കൊണ്ട് തുടങ്ങുന്ന, എന്നീ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾക്ക് മുന്നേ ഒരു എന്ന് ചേർക്കണമെന്നുണ്ടെങ്കിൽ, ഒന്ന് എന്ന് ചേർക്കണമെന്നുണ്ടെങ്കിൽ ആനാണ് ഉപയോഗിക്കുന്നത്. ആൻഡ്, ആൻ ആൻഡ്. എ ആൻഡ് എന്ന് പറയില്ല, ആൻ ആൻഡ് എന്നാണ് പറയുന്നത്. കാരണം ആൻഡിൻ്റെ വാക്ക് തുടങ്ങിയിരിക്കുന്ന എ എന്ന വവ്വൽ സൗണ്ട് കൊണ്ടാണ്. എ എന്ന് തുടങ്ങുന്നു. ആൻഡ്, എൻ്റെ ആൻഡ്. അതുകൊണ്ട് ആൻ ആൻഡ് എന്നാണ് പറയുക. ആൻ ആക്സ്, ആക്സിൻ്റെ ആദ്യത്തെ അക്ഷരം എ എന്നാണ്. അതൊരു വവ്വൽ സൗണ്ടാണ്. അതുകൊണ്ടാണ് ആൻ ആക്സ് എന്ന് പറയുന്നത്. ഒരു മഴു. ആൻ ആപ്പിൾ, ഒരു ആപ്പിൾ. അവിടെ ആനെന്നാണ് ആപ്പിളിൻ്റെ മുന്നേ ചേർക്കുക. അതേ സമയത്ത് റാറ്റോ, ആദ്യത്തെ അക്ഷരം ആറെന്നാണ്. റാറ്റിൻ്റെ ആദ്യത്തെ അക്ഷരം ആറെന്നാണ്. 6 വവ്വലല്ല. അതുകൊണ്ട് എ റാറ്റ് എന്ന് പറയാം. എ ക്യാറ്റ്, ക്യാറ്റിന് ആദ്യത്തെ അക്ഷരം സി ആണ്. അത് വവ്വലല്ല. അതുകൊണ്ട് എ റാറ്റ് എന്ന് പറയാം. മാറ്റും അതുപോലെ തന്നെയാണ്. എ മാറ്റ്, മാറ്റിൻ്റെ എം വവ്വലല്ല, പിന്നെന്താ? ആ കൺസോണൻ്റാണ്, വ്യഞ്ജനാക്ഷരങ്ങളെന്ന് പറയും. എ പാൻ, പി എന്നുള്ളത് വവ്വലല്ല. അതുകൊണ്ടാണ് എ പാൻ എന്ന് പറയുന്നത്. എ മാൻ,
മാൻ എന്നതിലെ എം വവ്വലല്ല, അതുകൊണ്ട് അതിനെ എ മാൻ എന്ന് പറയുന്നു. എ ക്യാപ്പ്, ഒരു തൊപ്പി. ക്യാപ്പ് എന്നുള്ളത് തുടങ്ങുന്ന അക്ഷരം സി ആണ്, അത് വവ്വലല്ല. വവ്വല്ലാത്തതുകൊണ്ട് നമുക്കതിനെ എ ക്യാപ്പ് എന്ന് പറയാം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി പറയാം. എ ഇ ഐ ഒ യു എന്ന് പറയുന്ന അക്ഷരങ്ങളെല്ലാം വവ്വലുകളാണ്. വവൽസ്, വവ്വാലല്ല, വവൽസ്. അപ്പോൾ ഈ വവൽസ് ചേർത്ത് വരുന്ന വസ്തുക്കളുടെ പേരിന് മുൻപായി ഒരു എന്ന് പറയുന്നുണ്ടെങ്കിൽ ആണെന്ന് ചേർക്കുക. അത് ഓർത്തിരിക്കണം. അപ്പം നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ലെറ്റ് us write the names of the parts of bicycle in the given boxes. സൈക്കിളിൻ്റെ പാർട്സ് എഴുതാനായിട്ടാണ് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. യു മേ യൂസ് ദ ഹെൽപ്പ് ബോക്സ് ഫോർ സെലക്ടിങ് നെയിംസ്. പേര് തിരഞ്ഞെടുക്കാനായിട്ട് അവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്ന പേരുണ്ട്, അതൊരു തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതി. എളുപ്പമുണ്ടല്ലേ? അപ്പം നമുക്ക് ആ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളൊന്ന് വായിക്കാം. സീറ്റ്, SEAT, സീറ്റ്. പെഡൽ, വീൽ, ബെൽ, ഹാൻഡിൽ, കാരിയർ, ബ്രേക്ക്. 7 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും ഓരോ ഭാഗവും. ഇരിക്കാനുള്ള സീറ്റ്, അതുപോലെ തന്നെ പെഡല്, വീൽ, ബെൽ, ഹാൻഡിൽ, കാരിയർ, ബ്രേക്ക്. ആ സൈക്കിളിൻ്റെ പടം തന്നിരിക്കുന്നില്ലേ, അവിടെ അതാത് ബോക്സിൻ്റെ അകത്തോട്ട് എഴുതി വയ്ക്കണം. അതാണ് നിങ്ങളുടെ ജോലി, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതൊന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് എഴുതി ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായില്ലേ? ഇനിയും അടുത്ത പേജിലേക്ക് പോകാം. ലെറ്റ് us write എന്ന് പറയുന്ന ആ ഭാഗമാണ്. എ, കംപ്ലീറ്റ് ദ ഫോളോവിങ് സെൻറ്റൻസസ്. ഈ വാചകങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഒരു സെൻറ്റൻസ് എഴുതിക്കുന്നത്. ഒന്നാമത്തത്, ദ ചൈൽഡ് ഇൻ ദ പോയം ഹാസ് എ ഡാഷ് ബൈസൈക്കിൾ. ദ ചൈൽഡ് ഇൻ ദ പോയം ഹാസ് എ ഡാഷ് ബൈസൈക്കിൾ. ഈ പോയത്തിലെ കുട്ടിക്ക് ഒരു ബൈസൈക്കിളുണ്ട്. അത് എന്ത് നിറമാണെന്ന് എഴുതുന്നുണ്ട്. ദ ചൈൽഡ് ഇൻ ദ പോയം ഹാസ് എ റെഡ് ബൈസൈക്കിൾ. റെഡാണ്, വായിച്ച് നോക്കുമ്പോൾ അറിയുന്നു. റെഡ് ബൈസൈക്കിൾ ആവേണ്ടത്, അപ്പോൾ റെഡ് എന്ന് എഴുതുന്നുണ്ട്. ദ സൗണ്ട് ഓഫ് ദി ഡാഷ് മേക്സ് ദ പീപ്പിൾ മൂവ് എ സൈറ്റ്. എന്ത് സൗണ്ട് കൊണ്ട് കേട്ടിട്ടാണ് ആൾക്കാർ വശത്തേക്ക് മാറിയുന്നത്? ബെല്ലിൻ്റെ സൗണ്ട് കൊണ്ടാണ് അല്ലേ? അപ്പം ബെല്ലെന്ന് എഴുതുന്നുണ്ട്. സൗണ്ട് ഓഫ് ദ ബെൽ മേക്സ് പീപ്പിൾ മൂവ് എ സൈറ്റ്. സൈക്കിളിൻ്റെ ബെല്ലടിക്കുമ്പോഴാണ് അവരങ്ങോട്ട് മാറിയുന്നത്. നോക്കിക്കുക, ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ? എന്താ എഴുതിയിരിക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. ട്രിൻ 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 ഗോസ് ദ ബെൽ മേക്സ് മൈ ഫ്രണ്ട്സ് മൂവ് എ സൈറ്റ്. അപ്പോൾ ട്രിൻ 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 എന്നുള്ള ആ സൗണ്ട് കേട്ടപ്പോഴാണ് ആൾക്കാർ വശത്തേക്ക് മാറിയുന്നത്. അടുത്തത് മൂന്നാമത്തത്, ദ ഡാഷ് ആൻഡ് ഡാഷ് ആർ ബ്ലാക്ക്. അത് നമുക്കറിയാമല്ലോ. സൈക്കിളിൻ്റെ ടയറും പെഡലും ഒക്കെ ബ്ലാക്കാണ്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ദ ടയേഴ്സ് ആൻഡ് പെഡൽസ് ആർ ബ്ലാക്ക്. ടയറുകളുണ്ട്, അതുപോലെ തന്നെ പെഡലുകളുണ്ട്. 2 പെഡലുണ്ട്, 2 ടയറുണ്ട്. അതുകൊണ്ടാണ് ടയേഴ്സ് എന്ന് പറയുന്നത്. ടയേഴ്സ് ആൻഡ് പെഡൽസ് ആർ ബ്ലാക്ക്. ടയറുകളും പെഡലുകളും കറുപ്പ് നിറത്തിലുള്ളതാണ്. അടുത്തത് ബി ആണ്. പുട്ട് എ ടിക്ക് മാർക്ക് ഫോർ ദ കറക്റ്റ് ആൻസർ ആൻഡ് എൻ ഇൻറ്റു മാർക്ക് ഫോർ ഇൻകറക്റ്റ് സെൻറ്റൻസ്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ടിക്ക് മാർക്ക് കൊടുക്കണം, പിന്നെ ഒരു ഇൻറ്റു മാർക്ക് തെറ്റാണെന്ന് കാണിക്കാനുള്ള ഇൻറ്റു മാർക്കും കൊടുക്കണം. ദ ചൈൽഡ് ഹാസ് എ ബ്ലൂ ബൈസൈക്കിൾ. ശരിയാണോ? ചൈൽഡിന് ബ്ലൂ ബൈസൈക്കിളാണ് ഉണ്ടായിരുന്നത്? അല്ലല്ലോ, ചുവന്ന ബൈസൈക്കിളല്ലേ. അപ്പോൾ ചൈൽഡ് ഹാസ് എ ബ്ലൂ ബൈസൈക്കിൾ എന്ന് പറയുന്നത് തെറ്റാണ്. സോ അവിടെ നമ്മൾ ഇൻറ്റു മാർക്ക് ഇടണം. മനസ്സിലായില്ലേ? രണ്ടാമത്തെ, ദ ബെൽ ഗോസ് ട്രിൻ ട്രിൻ ട്രിൻ. അത് ശരിയാണ്. ബെല്ലിന് അങ്ങനെ അടിക്കുന്നത് ട്രിൻ ട്രിൻ എന്ന സൗണ്ട് എന്താണ്? അപ്പോൾ പറഞ്ഞ് ശരി. അപ്പോൾ നമുക്കൊരു ടിക്ക് മാർക്ക് കൊടുക്കാം. പിന്നത്തേത് മൂന്നാമത്തതാണ്, ചൈൽഡ്സ് ബൈസൈക്കിൾ ഈസ് ഓൾവേസ് ഫാസ്റ്റ്. ശരിയാണോ? എപ്പോഴും ഭയങ്കര വേഗത്തിലാണ് ഓടിക്കുന്നതല്ല.
സംടൈംസ് ഫാസ്റ്റ് ആൻഡ് സംടൈംസ് സ്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ദ ചൈൽഡ്സ് ബൈസൈക്കിൾ ഈസ് ഓൾവേസ് ഫാസ്റ്റ് എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ നമുക്കിവിടെ ഇൻ 2 മാർക്ക് കൊടുക്കാം. തെറ്റാണ് പറയുന്നത്. ദ ചൈൽഡ് നീഡ്സ് സം വാട്ടർ ടു കീപ് ദ ബൈസൈക്കിൾ മൂവിങ്. ശരിയാണോ പറഞ്ഞത്? കുട്ടിക്ക് വേണ്ടിയത് കുറച്ച് വെള്ളമാണോ ബൈസൈക്കിൾ ഓടിക്കാൻ വേണ്ടിയത്? അല്ല. ദ ചൈൽഡ്സ് നീഡ് സം എയറാണ്. എന്തിനാ എയർ? സൈക്കിളിൻ്റെ വീലിലെ ട്യൂബിൽ നിറയ്ക്കാൻ എയർ എടുക്കണം. അപ്പോൾ ആ എയർ ഉണ്ടെങ്കിൽ മതി, അതങ്ങ് ഓടിക്കോളും. ചൈൽഡ് നീഡ് സം വാട്ടർ അല്ല, വാട്ടർ എന്ന് പറയുന്നത് തെറ്റാണ്. ദ ചൈൽഡ് നീഡ് സം വാട്ടർ ടു കീപ് ദ ബൈസൈക്കിൾ മൂവിങ് എന്ന് പറയുന്നത് തെറ്റാണ്. സോ അത് നമ്മൾ ഇൻറ്റു മാർക്കും ഇടാം. 5ാമത്തെ നോക്കിയേ. ദി ചൈൽഡ് പുട്ട്സ് ഓൺ എ ലിറ്റിൽ ഹെൽമെറ്റ് വൈൽ റൈഡിങ് ദ ബൈസൈക്കിൾ. ബൈസൈക്കിൾ ഓടിക്കുമ്പോൾ അവൻ്റെ തലയിൽ ഹെൽമെറ്റ് ഉണ്ട്. പടത്തിൽ കണ്ടില്ലേ, അവൻ്റെ കൊച്ചു ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. എ ലിറ്റിൽ ഹെൽമെറ്റ്. ചൈൽഡ് പുട്ട്സ് ഓൺ എ ലിറ്റിൽ ഹെൽമെറ്റ്. അവൻ്റെ ഹെൽമെറ്റ് വെച്ചിരിക്കുന്നു വൈൽ റൈഡിങ് ദ ബൈസൈക്കിൾ ഓടിക്കുമ്പോൾ. അത് ശരിയല്ലേ? ശരിയാണല്ലോ. അപ്പോൾ നമുക്കവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങളത് പഠിക്കണം, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കണം കേട്ടോ. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.